പ്രിയമുള്ളവരെ, KM സുമ എന്ന ഒരു കവയിത്രിയുടെ ഒരു കവിതയെയാണ് ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. അരിക്കൊമ്പൻ എന്ന ആനയെക്കുറിച്ച് എഴുതിയ കവിതയാണ്. വളരെ ആർദ്രമായ വരികളാണ് അതിലുള്ളത്. KM സുമ മലയാളം അധ്യാപികയാണ്. അവരുടേതായിട്ട് 4ഓളം കാവ്യ പുസ്തകങ്ങളുണ്ട്. മഴയോടും പുഴയോടും പറയാനുള്ളത് എന്നതാണ് അവരുടെ സ്വതന്ത്രമായ കാവ്യരചന. അത് പ്രസിദ്ധീകരിച്ചത് അങ്കണം എന്ന കലാസാഹിത്യ സംഘമാണ്. ഷംസുദ്ദീൻ മാഷായിരുന്നു അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു പോയി. കേരളത്തിൻ്റെ സാഹിത്യ മേഖലയിൽ പുതിയ ആളുകളെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേദി തന്നെയായിരുന്നു അങ്കണം. രണ്ടാമത്തെ പുസ്തകം ഇറക്കിയത് ആകാശത്തിൻ്റെ കണ്ണ് എന്നുള്ളതാണ്. ആ പുസ്തകം ഇറക്കിയത് സുനിൽ പി മുതലകത്തിൻ്റെ പ്രിൻ്റ് ഹൗസാണ്. ടീച്ചറിൻ്റെ ഭർത്താവും കവിയാണ് ആജാദൻ. അദ്ദേഹത്തിൻ്റേതായും 2 കാവ്യ ഗ്രന്ഥങ്ങളുണ്ട്. ടീച്ചറിൻ്റെ കവിതകളിൽ ആർദ്രമായ ഒരു മനുഷ്യനെ, ഒരു സ്ത്രീയെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. കാരുണ്യമുള്ള ഒരു സ്ത്രീയെ. നീ എവിടെയാണ് എന്ന ഒരു കവിതയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അതിൽ അരിക്കൊമ്പനെയാണ് അന്വേഷിക്കുന്നത്. നമ്മളിൽ നിന്ന് നാട് കടത്തപ്പെട്ട അല്ലെങ്കിൽ കാട് കടത്തപ്പെട്ട ആനയാണല്ലോ അരിക്കൊമ്പൻ. സത്യത്തിൽ ഹൃദയമുള്ളവരെല്ലാം വേദനിച്ചിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ സഹജീവികളായ മൃഗങ്ങളുടെ, പക്ഷികളുടെയൊക്കെ ആവാസവ്യവസ്ഥകളെ തകർക്കുന്നത് നാം മനുഷ്യരാണ്. അങ്ങനെ തകർക്കപ്പെട്ട ആവാസവ്യവസ്ഥയിൽ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോൾ മനുഷ്യന് അത് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട സംഭവം നമ്മളോട് പറയുന്നത്. നമ്മളുടെ കൈകടത്തലുകൾ തന്നെയാണ് നാശം വിതച്ചത്. ഇപ്പോഴും കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥകളിൽ ആനയും പുലിയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ കാരണം ആ ജീവികളല്ല, അവർ മുൻകൈയെടുത്തല്ല അതൊന്നും ചെയ്യുന്നത്. നിഷ്കളങ്കമായ ആ ജീവികൾക്ക് അവരുടെ ആവാസവ്യവസ്ഥയെ തകർത്തതിൻ്റെ കാരണവും അറിയില്ല. പക്ഷേ ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ തേടിപ്പോകലാണ് അവർ അങ്ങനെ തേടുമ്പോഴാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തുന്നത്. ആ ഒരവസ്ഥയിൽ ഇപ്പോൾ അരിക്കൊമ്പൻ എവിടെയാണ് എന്ന ഒരു അന്വേഷണമാണ് ടീച്ചറുടെ. അരിക്കൊമ്പനെക്കുറിച്ചുള്ള ടീച്ചറുടെ വാക്കുകളിൽ എത്ര ആർദ്രമാണ്. ഞാൻ ടീച്ചറുമായി സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് സ്വന്തം കുഞ്ഞിനെ എവിടെയോ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ആത്മനൊമ്പരം അത് ടീച്ചറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. വല്ലാത്ത ആർദ്രമായ വാക്കുകളാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. ശരിക്കും ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി. ആന ഭീകരജീവിയായി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നിഷ്കളങ്കനായ ആന. സാധുക്കളായ ആനകളെയാണ് നാം ഭീകരമായി ചിത്രീകരിക്കുന്നത്. പൊതുവേ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളിലെല്ലാം ശത്രുക്കളെ സൃഷ്ടിക്കുന്നതും ഇതുപോലെ തന്നെയാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ ആനയെ ഭീകരവൽക്കരിക്കുകയും അരിക്കൊമ്പനെ ഭീകരവൽക്കരിക്കുകയും നമ്മുടെ കാട്ടിൽ നിന്ന് അവനെ മറ്റൊരു കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വേദനയാണ് ടീച്ചർ നീ എവിടെയാണ് എന്ന കവിതയിലൂടെ ചോദിക്കുന്നത്. ആ കവിത നമുക്ക് കേൾക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അഭിപ്രായങ്ങൾ കൊടുത്ത് ടീച്ചറെ പോലെയുള്ള കവികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. വളരെ മനോഹരമായ കവിതകൾ നമുക്ക് ലഭ്യമാകും ഇനിയും എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എവിടെ നീ, എവിടെയാണിന്നു നീ, കാടിന്നരുമയാം പുത്ര, നിന്റെ മിഴിനീരിറ്റു വീണൊരാ കാട്ടുപാതകളന്ന് കണ്ണടച്ചതെന്തേ? എവിടെയാണിന്നു നീ, കാടിന്നരുമയാം പുത്ര, നിന്റെ മിഴിനീരിറ്റു വീണൊരാ കാട്ടുപാതകളന്ന് കണ്ണടച്ചതെന്തേ? താഴ്വരകൾ പാടിയ താരാട്ടു കേട്ടു കാടിൻ മടിത്തട്ടിൽ നീയുറങ്ങി. കാട്ടുചോലകൾ നിനക്കായി നൽകിയ പ്രാണജലത്തിൻ കുളിരലകളിൽ നീന്തിയും
നീ വളർന്നു നിന്റെ മണ്ണിൽ നിന്റെ മാർഗം തെളിച്ചിടാൻ. നീ വളർന്നു നിന്റെ മണ്ണിൽ നിന്റെ മാർഗം തെളിച്ചിടാൻ. കാടുവെട്ടിത്തെളിക്കുന്നോർ നിന്നെ എന്തേ കുടിയിറക്കി? നീ പിറന്നൊരു കാട്ടിൽ നിന്നും പിഴുതു നട്ടു ദൂരെയെങ്ങോ. നിന്റെ വഴികൾ അടച്ചുകെട്ടി നിന്റെ ചിന്തകൾ തളച്ചിട്ടു. നിന്റെ സ്വപ്നം പിഴുതെറിഞ്ഞു നിന്റെ കാഴ്ചകൾ മൂടിവെച്ചു. കൂടുവിട്ടു കൂടുമാറാൻ പഠിപ്പിച്ചു പുതുലോകം. കൂടുവിട്ടു കൂടുമാറാൻ പഠിപ്പിച്ചു പുതുലോകം. വിശപ്പുകാളും കാട്ടുമക്കളെ കുരുതി നൽകുവതെന്തു നീതി? നേരു ചീന്തി എറിഞ്ഞ തലമുറ എന്തിനേറെ പറയുന്നു? നേരു ചീന്തി എറിഞ്ഞ തലമുറ എന്തിനേറെ പറയുന്നു? കാട്ടുനീതികൾ കൈയടക്കാൻ എന്തിനിങ്ങനെ തുടങ്ങുന്നു? കാട്ടുനീതികൾ കൈയടക്കാൻ എന്തിനിങ്ങനെ തുടങ്ങുന്നു? സഹ്യപുത്ര നിന്നെയോർത്തി കാട്ടുമക്കൾ വിതുമ്പുന്നു. കുളിരുമൂടിയ താഴ്വരകൾ നിനക്കായി തളിർക്കുന്നു. കുളിരുമൂടിയ താഴ്വരകൾ നിനക്കായി തളിർക്കുന്നു. അരിക്കൊമ്പാ നിനക്കായി കാടുപൂക്കുന്നുണ്ടിവിടെ. വസന്തത്തിൻ നിറച്ചാർത്താൽ ചിരി തൂകും കാട്ടുപൂക്കൾ. അരിക്കൊമ്പാ നിനക്കായി കാടുപൂക്കുന്നുണ്ടിവിടെ. വസന്തത്തിൻ നിറച്ചാർത്താൽ ചിരി തൂകും കാട്ടുപൂക്കൾ. നീ നടന്നൊരു വഴികളെല്ലാം നിന്നെ മാടി വിളിക്കുന്നു. നീ നടന്നൊരു വഴികളെല്ലാം നിന്നെ മാടി വിളിക്കുന്നു. അമ്മതൻ മണമുള്ള മണ്ണും അമ്മതൻ തണലുള്ള വഴിയും നിന്റെ വരവും കാത്തിരിപ്പൂ. കാതോർത്തു കാത്തിരിപ്പൂ. നിന്റെ സ്വപ്നത്തിടമ്പേറ്റാൻ ബന്ധനത്തിൻ കൂച്ചുചങ്ങല തട്ടിമാറ്റി നീ വരിക. നിന്റെ സ്വപ്നത്തിടമ്പേറ്റാൻ ബന്ധനത്തിൻ കൂച്ചുചങ്ങല തട്ടിമാറ്റി നീ വരിക. നിന്റെ കാടും നിന്റെ കനവും എന്നുമെന്നും തളിർക്കട്ടെ. നിന്റെ കാടും നിന്റെ കനവും എന്നുമെന്നും തളിർക്കട്ടെ. കുന്നിറങ്ങി മലകൾ താണ്ടി നീരൊഴുക്കിനെതിരെ നീന്തി നീ വരുന്നൊരു നല്ല നാളിനു കണിയൊരുക്കും പുതിയ പുലരികൾ. കുന്നിറങ്ങി മലകൾ താണ്ടി നീരൊഴുക്കിനെതിരെ നീന്തി നീ വരുന്നൊരു നല്ല നാളിനു കണിയൊരുക്കും പുതിയ പുലരികൾ.